അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹറം 1 ചെയ്യേണ്ടത് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. മുഹറം മാസത്തിൽ നമ്മൾ ബിസ്മി എഴുതി വെച്ചാലുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 113 തവണയാണ് ബിസ്മി മുഹറം മാസം നമ്മൾ എഴുതി വെക്കേണ്ടത്. സ്ക്രീനിൽ കാണുന്നത് പോലെ വേണം എഴുതാൻ. ഹർക്കത്തുകളോ പുള്ളികളോ ഒന്നും ഇടരുതെന്നാണ് പറയാറ്. അതുപോലെ ഓരോ അക്ഷരം ഒരു അക്ഷരത്തിനോട് കൂട്ടിമുട്ടിയിട്ട് അങ്ങനെയും എഴുതാൻ പാടില്ല. ഇതിപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടതുപോലെ ഓരോ അക്ഷരങ്ങളും വേർതിരിച്ച് വേണം എഴുതാൻ. ബിസ്മി എഴുതുന്ന ആളുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം എഴുതാൻ. ഓരോ ബിസ്മി എഴുതുമ്പോഴും നമ്മൾ അത് ചൊല്ലിക്കൊണ്ട് വേണം എഴുതാൻ. എഴുതുന്ന വ്യക്തിയുടെ ഭാര്യ സന്താനങ്ങൾക്ക് മരണം വരെ വെറുക്കപ്പെടുന്ന ഒന്നും കാണേണ്ടി വരില്ല. അതുപോലെ തന്നെ ആപത്തുകളും മുസീബത്തുകളും വരില്ല. ഒരുപാട് ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ എല്ലാം ഉണ്ടാവും. ബിസ്മി എഴുതേണ്ട രൂപം: ഒരു നീളം കൂടിയ വരയില്ലാത്ത വെള്ളക്കടലാസ് എടുക്കുക. ശേഷം വുളൂഹ് ചെയ്യുക. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. നിയ്യത്തോടെ ഇഖ്ലാസോട് കൂടി എഴുതുക. ഖിബിലക്ക് മുന്നിടുക. മനസ്സിൽ വിശ്വാസം വേണം. ഈ ബിസ്മി എഴുതിയത് സൂക്ഷിക്കുമ്പോൾ ബാത്റൂമിലേക്കോ അതുപോലെ നജസുള്ള സ്ഥലങ്ങളിലേക്കോ കൊണ്ടുപോവാൻ പാടില്ല. നമ്മുടെ ബാഗിലോ പേഴ്സിലോ വെക്കുമ്പോൾ അത് സൂക്ഷിക്കണം. റൂമിൽ അലമാരയിൽ വെക്കുന്നതിന് വിരോധമില്ല. ശേഷം ഇത് 3 തവണ ചൊല്ലുക. ശേഷം 360 തവണ ആയത്തുൽ കുർസി ഓതുക. ആയത്തുൽ കുർസി 360 തവണ ചൊല്ലിയതിന് ശേഷം അവസാനം ഈ ദുആ ചെയ്യുക.